വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ ഇത് നമ്മുടെ NSMC പ്രിപ്പറേഷൻ സീരീസ് ആണ് അല്ലെ. NSMC ദാറ്റ് ഇസ് നാഷണൽ സയൻസ് ആൻഡ് മാത്ത് ചാമ്പ്യൻഷിപ്പ് എക്സാം വിച്ച് ഇസ് കണ്ടക്ടഡ് ബൈ എക്സ് ആൻഡ് വൈ ലേണിംഗ് ഇൻ കൊലാബറേഷൻ വിത്ത് ഹിന്ദു ഇൻ സ്കൂൾ. സോ നിങ്ങൾക്ക് സയൻസിൽ മാത്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ, നിങ്ങൾ അതിലൊക്കെ മിടുക്കരാണെങ്കിൽ, നിങ്ങളുടെ പോലുള്ള മറ്റു മിടുക്കന്മാരോട് നിങ്ങൾക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു എക്സാം ആണ് അല്ലെ NSMC. സോ ആ ഒരു എക്സാമിനേക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സീരീസ് ആണിത്. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആണ് ക്ലാസ് 5-ലെ നമ്പർ 5, മാത്തമാറ്റിക്സിലെ നമ്പർ 5 എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്. നമുക്ക് നോക്കിയാലോ. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യും, അതിന്റെ കൂടെ തന്നെ അതിന്റെ വേണ്ട കോൺസെപ്റ്റ്സ് കൂടെ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പ്ലേസ് വാല്യൂ ഓഫ് 6 ഇൻ ദ നമ്പർ 2659? 2659 എന്ന് പറയുന്ന നമ്പറിൽ പ്ലേസ് വാല്യൂ ഓഫ് 6 ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യാം? നിങ്ങൾക്ക് അറിയാലോ എന്താണ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വൺസ് പൊസിഷൻ, ടെൻസ് പൊസിഷൻ, ഹൺഡ്രഡ്സ് പൊസിഷൻ എന്ന് പറയുന്ന പോലെ അല്ലെ. സപ്പോസ് ഞാൻ 3, 7, 8, 9, 4 ഇങ്ങനെ എടുക്കാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 4 എന്താണ്? വൺസ് പൊസിഷൻ ആണല്ലേ ഉള്ളത്. വൺസ് പൊസിഷനിലാണ് 4 ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 9 ടെൻസ് പൊസിഷനിലാണ് അല്ലെ. ടെൻസ് പൊസിഷൻ, ഇത് വൺസ് പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ 8 എവിടെയാണ്? ഹൺഡ്രഡ്സ് പൊസിഷനിലാണ് അല്ലെ. 100ന്റെ പൊസിഷനിലാണ് 8 ഉള്ളത്. അതിന് മീനിങ് എന്താ? 800 ഉണ്ട് അല്ലെ. 800 ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 7 യെസ്, തൗസൻഡ്സിന്റെ ആണ് അല്ലെ. തൗസൻഡ്സിലാണ് 7 ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 3 തൗസൻഡ്സ് കഴിഞ്ഞിട്ട് എന്താ വരാ? യെസ്, 10,000s ആണ് വരാ. 10,000സിലാണ് 3 ഉള്ളത്. നിങ്ങൾക്ക് അറിയാം അല്ലെ, ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്. എന്നാൽ പോലും ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, എങ്ങനെയാണ് പോവുക അല്ലെ. നമ്മൾ എന്താ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ പ്ലേസ് വാല്യൂ ഓഫ് 6 എന്ന് പറയുന്നതിന്റെ പ്ലേസ് വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 2659. സോ 2659 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിനെ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ വൺസ്, ടെൻസ് നമുക്ക് എഴുതി നോക്കിയാൽ അതാണല്ലോ അതിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, കാരണം ഈ ഒരു ഞാൻ ഇപ്പൊ കണ്ട എക്സാമ്പിളില് 4ന്റെ പ്ലേസ് വാല്യൂ 1 ആണ്. അതുപോലെ 9ന്റെ പ്ലേസ് വാല്യൂ 10 ആണ് അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 9 എന്താണ്? യെസ്, വൺസ് പൊസിഷനിലാണ് 9 ഉള്ളത്. 9 എന്ന് പറയുന്നത് 1 ആണ് ഇതിന്റെ പ്ലേസ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ 5 യെസ്, ടെൻസ് ആണ് അല്ലെ. 10ൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ 6 100ന്റെ ആണ് അല്ലെ. 100ന്റെ പൊസിഷനിലാണ് ആരുള്ളത്? 6 ഉള്ളത്. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്താണ്? അതുപോലെ 2 എന്താണ് വരുന്നത്? തൗസൻഡ്സിലാണ് അല്ലെ. 100 കഴിഞ്ഞാൽ പിന്നെ തൗസൻഡ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ. വാട്ട് ഈസ് ദ പ്ലേസ് വാല്യൂ ഓഫ് 6 ഇൻ ദ നമ്പർ 2659? യെസ്, നമ്മൾ കണ്ടു 6 ഹൺഡ്രഡ്സിന്റെ പൊസിഷനിലാണുള്ളത്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക് എന്ന് പറയാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അതല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ട്രൈ ചെയ്യാം സിമിലർ ആയിട്ട്. വാട്ട് ഈസ് ദ പ്ലേസ് വാല്യൂ ഓഫ് 6 ഇൻ ദ നമ്പർ 9654? ഓക്കെ, 9654 ആണ് നമ്മുടെ നെക്സ്റ്റ് നമ്പർ. 9654. ഓക്കെ, നമുക്കൊന്നുകൂടി എഴുതി നോക്കാം അല്ലെ. 4 ആണ് വൺസ് പൊസിഷനില്, 5 ആണ് 10ന്റെ പൊസിഷനില്, 6 ആണ് 100ന്റെ പൊസിഷനില്. യെസ്, 6 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 6 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 100. ഓക്കെ, സോ സി 100 ആണ് നമ്മുടെ റൈറ്റ് ഓപ്ഷൻ. നേരത്തെ അതേപോലെ തന്നെ അല്ലെ. ഓക്കെ, പക്ഷെ എവിടെയാണ് 6 വരുന്നത്? ഹൺഡ്രഡ്സിന്റെ പൊസിഷനിലാണ് 6 വന്നത് ഈ ഒരു ക്വസ്റ്റ്യനിലും. സിമ്പിൾ ആണല്ലോ. ഇതുപോലെ നിങ്ങളോട് വേണമെങ്കിൽ 9ന്റെ പൊസിഷൻ, 9ന്റെ പ്ലേസ് വാല്യൂ എന്താണെന്ന് ചോദിക്കുക. അപ്പൊ എന്താ വരിക? യെസ്, 1000 ആണ് വരിക അല്ലെ. 9 ഇവിടെ 1000ന്റെ ഒരു പ്ലേസ് വാല്യൂ ആണുള്ളത്. അതുകൊണ്ട് 9ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 1000 ആണ്. സിമ്പിൾ ആണല്ലോ. ഇതുപോലെ വലിയ നമ്പേഴ്സിനും വരാട്ടോ. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ ഈ ഒരു സിമിലർ പാറ്റേൺ ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, യെസ്. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ നമ്പർ 90,000 പ്ലസ് 900 പ്ലസ് 9. ഇത് ആഡ് ചെയ്താൽ എന്താ വരാന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. വലിയൊരു ബിഗ് നമ്പർ ഉണ്ട്, പിന്നെ 900 ഉണ്ട്, പിന്നെ 9 ഉണ്ട്. ഇത് ആഡ് ചെയ്താൽ എന്താണ് വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ വലിയ നമ്പേഴ്സ് തരുമ്പോൾ ഈ ഒരു ഓപ്ഷൻസ് ആണ്. നിങ്ങൾ ആൻസേഴ്സ് അവർക്ക് നമുക്ക് തന്ന ഓപ്ഷൻസ് കണ്ടോ? 99009, 9099, 90909 എല്ലാം ഒരുപോലെ ഉണ്ട് കാണാൻ. സോ നിങ്ങൾ പെട്ടെന്ന് ചാടി കയറി ഓപ്ഷൻസിൽ പോയി ക്ലിക്ക് ചെയ്യാതെ എന്താണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്? ജസ്റ്റ് ഒന്ന് ആ പ്ലേസ് വാല്യൂ അനുസരിച്ച് ആ നമ്പറിന് ഒന്ന് എഴുതാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് തെറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ്? നമ്മുടെ സാധാരണ ഒരു ട്രഡീഷണൽ മെത്തേഡ് ചെയ്യുന്നതാണ്. എന്താണ് ട്രഡീഷണൽ മെത്തേഡ്? ഫസ്റ്റ് നമ്പർ നമ്മൾ എഴുതും അല്ലെ. 90, എത്ര 0 ആണ്? 1 2 3 4 zeros അല്ലെ. 90,000 അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ എന്താണ്? 900 അല്ലെ. അതും ഞാൻ എങ്ങനെയാ എഴുതേണ്ടത്? ഇതാ ഇതിന് തൊട്ട് താഴെയായിട്ട് അല്ലെ. അവരുടെ കറക്റ്റ് പ്ലേസ് വാല്യൂ അനുസരിച്ച് ഇടണം. ആണെങ്കിൽ നോക്കിക്കേ, ഫസ്റ്റ് നമ്പർ നോക്കിക്കേ. 90,000 അല്ലെ. 90,000 മക്കളെ ഈ ഒരു ഫസ്റ്റത്തെ 0 അല്ലെ, അത് 1ന്റെ പൊസിഷൻ ആണല്ലോ. അത് 1 ആണ് ഇതിന്റെ പ്ലേസ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 0യുടെയും 1 അല്ലേ.
ഈ ഒരു 9-ന്റെതോ 9 മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് 9 എന്ന് പറഞ്ഞാൽ 1-ന്റെ പൊസിഷൻ ആണല്ലോ. അതെ, 1 ആണ് അതിന്റെ പ്ലേസ് വാല്യൂ എന്ന് നമുക്കറിയാം. അപ്പം ഇതും 1-ന്റെ പൊസിഷനിലാണുള്ളത്. അതിൽ 1 ആണ് അതിന്റെ പ്ലേസ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ ആ പ്ലേസ് വാല്യൂ ഉള്ള ആൾക്കാരൊക്കെ ഓരോന്നോരോന്നായി താഴെയായി വരണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക അല്ലെ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു 0 10-ന്റെ പൊസിഷനിലാണെങ്കിൽ ഈ ഒരു 0യും 10-ന്റെ പൊസിഷനിലാണ്, മറ്റേ 9-ന് ആരും ഇല്ല. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ എഴുതിയത്, കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതിയത് കണ്ടോ. ഫസ്റ്റിന്റെ 1-ന്റെ പ്ലേസ് വാല്യൂ, 10s-ന്റെ പ്ലേസ് വാല്യൂയിൽ വരുന്നവർ 100-ന്റേത്, 1000-ന്റേത്, 10,000-ന്റേത് അല്ലെ. 900-ലേക്കൊക്കെ വരുമ്പോൾ 1000-ലും 10,000-ലും ഒന്നും ആരുമില്ല. അതുകൊണ്ടാണ് അവിടേക്ക് നമ്പേഴ്സ് ഇല്ലാത്തത്. 9-ന്റെ താഴെയും 0-ന്റെ താഴെയും നമ്പേഴ്സ് ഇല്ലാത്തത് അല്ലെ. ക്ലിയർ ആണല്ലോ. സോ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്താൽ മതിയല്ലോ. ഫസ്റ്റത്തിൽ എന്താ വരിക, ഫസ്റ്റത്തെ ആ ഒരു കോളത്തിൽ എന്താ വരുന്നത്, 0 പ്ലസ് അല്ലെ, 0 പ്ലസ് 0 പ്ലസ് 9. സോ 9, അടുത്തതിൽ 0, അടുത്തതിൽ 0 പ്ലസ് 9 9, 0 പ്ലസ് ഒന്നും ആഡ് ചെയ്യാനില്ല, 0 തന്നെ, 9 വീണ്ടും ഒന്നും ആഡ് ചെയ്യാനില്ല, താഴേക്ക് നമ്മൾ എടുത്തിട്ടു 9 90909 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, സോ ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. ഇത് കുറെ ആൾക്കാർക്ക് തെറ്റ് സംഭവിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. കാരണം എന്താണ്, എല്ലാ ഓപ്ഷൻസും ഏകദേശം സിമിലർ ആണ്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് കണ്ടാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവായിരിക്കാം. പക്ഷെ ചില ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് എന്താക്കുക, പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് എഴുതുക. ഓരോ പ്ലേസ് വാല്യൂടെ താഴെയായിട്ട് മറ്റേ നമ്പേഴ്സിനെ കീപ്പ് ചെയ്യുക, ആഡ് ചെയ്യുക. സിമ്പിൾ ആണ്. ഓക്കെ, സോ സിമ്പിൾ ആയിരുന്നല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. യെസ്, ഫേസ് വാല്യൂ ഓഫ് 4 in 5 4 7 8 3 1 2 6 എന്നൊരു വലിയ നമ്പർ ഉണ്ട്. അതിൽ 4-ന്റെ ഫേസ് വാല്യൂ ആണ് ചോദിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 4 7 8 3 1 2 6 എന്നാണ് അല്ലെ. ഞാൻ ഇങ്ങനെ എഴുതാം കേട്ടോ. 1-ന്റെ പ്ലേസ് വാല്യൂ, 2-ന്റേത് 10 ആണ്, 1-ന്റേത് 100 ആണ്, അടുത്തത് 3-ന്റേത് 1000 ആണ്, പിന്നെ 10,000 വന്നു 8-ന്, പിന്നെ ലാക്സ് വന്നു അല്ലെ. 10,000 കഴിഞ്ഞാൽ പിന്നെ ലാക്ക് ആണ്. അത് കഴിഞ്ഞാൽ എന്താ, 4-ന് എന്താ വരിക, 10 lakh. അങ്ങനെയാണല്ലോ പോവാ. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫേസ് വാല്യൂ ആണ്, പ്ലേസ് വാല്യൂ അല്ല. എന്താണ് ഫേസ് വാല്യൂം പ്ലേസ് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇപ്പൊ ഞാനിവിടെ 4-ന്റെ പ്ലേസ് വാല്യൂ ആണ് ചോദിച്ചിരുന്നത് എങ്കിൽ അത് 10 lakh ആണ്. കാരണം ഞാൻ ഇപ്പൊ കാണിച്ചില്ലേ, ഇത് 10 lakh ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ 4-ന്റെ പ്ലേസ് വാല്യൂ ആണ് ചോദിച്ചിരുന്നെങ്കിൽ അത് 10 lakh ആയിരുന്നു. പക്ഷെ ഞാൻ ചോദിച്ചിരിക്കുന്നത് ഫേസ് വാല്യൂ ആണ്. ഫേസ് വാല്യൂ ചോദിക്കുകയാണെങ്കിൽ ആ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണോ. 4 എന്ന് പറയുന്ന നമ്പറിൽ, ഒരു വലിയ ബിഗ് നമ്പറിൽ, ഈ ഒരു ബിഗ് നമ്പറിൽ 4-ന്റെ ഫേസ് വാല്യൂ എന്താണ് ചോദിക്കുകയാണെങ്കിൽ അത് 4 തന്നെയാണ്. ആ ഒരു സെയിം ഡിജിറ്റ് തന്നെയാണ് എന്തായിട്ട് വരിക, ഫേസ് വാല്യൂ ആയിട്ട് വരിക. ഓക്കെ, സോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് പ്ലേസ് വാല്യൂ ആണോ ഫേസ് വാല്യൂ ആണോ എന്ന് കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, സോ റൈറ്റ് ആൻസർ എന്താണ് മക്കളെ, യെസ്, ഓപ്ഷൻ എ ആയിട്ടുള്ള 4 തന്നെയാണ് റൈറ്റ് ആൻസർ. ഫേസ് വാല്യൂ ഓഫ് 4 ഏതൊരു നമ്പറിനെ, ഇപ്പൊ ഇതിൽ 5 ആണ്, 5-ന്റെ ഫേസ് വാല്യൂ ചോദിക്കുകയാണെങ്കിലും അതെന്താണ്, 5 തന്നെയാണ് വരിക. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണ് അല്ലെ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. യെസ്, സിമ്പിൾ ആയിരുന്നു അത്. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പൊ നമുക്കൊരു 2 ബിഗ് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. 202102 എന്ന് പറയുന്ന വലിയ നമ്പറും വേറൊരു നമ്പർ ഏതാണ് 201223 അല്ലെ. ഈ 2 നമ്പേഴ്സിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് എന്താണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്, ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉണ്ട്, ലെസ് ദാൻ സിമ്പിൾ ഉണ്ട്, ഈക്വൽ ടു സിമ്പിൾ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സിമ്പിൾ അവിടെ ഇട്ട് കൊടുക്കാണ് വേണ്ടത്. ഏതാണ് കറക്റ്റ് ആണ്, ഏതാണ് അവിടെ ആപ്റ്റ്, ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഏതാണ് ബിഗ്ഗർ നമ്പർ എന്ന് മനസ്സിലാക്കണം അല്ലെ. ബിഗ്ഗർ ആണോ സ്മോളർ ആണോ ഈക്വൽ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ നമ്മൾ എങ്ങനെയാ ചെയ്യുക, ആദ്യം നമ്മൾ എന്ത് നോക്കിയാൽ മതി, ഇപ്പൊ 2 lakhs-ഉം 1 lakh-ഉം തന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ അറിയാം 2 lakh ആണ് വലുത്. അത് കഴിഞ്ഞ് ഏത് വന്നാലും, അതായത് 2,79,800 അങ്ങനെ വന്നാലും 1,90,000 അങ്ങനെ വന്നാലും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എന്ത് 2 lakh-ന്റേതാണ് വലുത് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. സോ അത് ആദ്യം ചെയ്യാം. അതായത് ബിഗ്ഗർ പ്ലേസ് വാല്യൂ ഉള്ള നമ്പേഴ്സ് നോക്കുക. അത് രണ്ടും, അതിലൊന്ന് വലുതും ഒന്ന് ചെറുതാണ്, നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാവാലോ ബിഗ്ഗർ ആയിട്ടുള്ള ആളാണ് ബിഗ്ഗർ എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 2 ആണ്, നമുക്ക് 202102 എന്നാണ് അല്ലെ. ഓക്കെ, അത് നമുക്ക് ഇതിന്റെ എന്തെഴുതി നോക്കാം, പ്ലേസ് വാല്യൂ കൂടെ എഴുതി നോക്കാം അല്ലെ. ഇത് 10-ന്റെ പൊസിഷൻ, ഇത് 1-ന്റെ പൊസിഷനിലാണ് അല്ലെ. ഓക്കെ, ഇത് 1-ലാണ്. ഓക്കെ, 1 പ്ലേസ് വാല്യൂ, ഇതിന് 10 ആണ് ഇതിന്റെ പ്ലേസ് വാല്യൂ, ഇതിന് 100 ആണ് അല്ലെ, 100 ആണ്, 100. ഇതിനോ, യെസ്, 1000 ആണ്, ഇതിന് 10,000 ആണ്, ഇതിന് ലാക്സ് ആണ്. സോ 2 lakh ആണ്, 2 lakh പിന്നെ കുറച്ച് നമ്പേഴ്സ് വരുന്നുണ്ട് അല്ലെ. 2 lakh സംതിങ് ആണ് ഫസ്റ്റത്തെ നമ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നമ്പറോ 201223 ആണ്. ഓക്കെ, ഇതാണ് 1-ന്റെ പ്ലേസ് വാല്യൂല്, 10-ന്റെ പ്ലേസ് വാല്യൂ, 100-ന്റെ പ്ലേസ് വാല്യൂ, പിന്നെ 1000 അല്ലെ. 100 കഴിഞ്ഞാൽ 1000-ന്റെ പ്ലേസ് വാല്യൂ,
10,000ന്റെ പ്ലേസ് വാല്യൂ ആൻഡ് ദെൻ ലാക്ക് അല്ലെ, ലാക്കിന്റെ പ്ലേസ് വാല്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് ഭാഗവും നോക്കിക്കേ. യെസ്, രണ്ടും 2 ലാക്ക് ആണ്. സോ നമുക്ക് അതിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല, രണ്ട് ഭാഗത്തും 2 ലാക്ക് സംതിങ് ആണ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കുക. പിന്നെ ഫസ്റ്റത്തെ നമ്പർ നോക്കിക്കേ, 0 ആണ്. അതായത് അവിടെ 10,000കൾ ഇല്ല. 0 10,000 ആണ്. അപ്പൊ 10,000കൾ ഇല്ല, 0 ആണ് 10,000. അതുപോലെ നെക്സ്റ്റ് നമ്പർ നോക്കിക്കേ, അവിടെയും നോക്കിക്കേ 0 ആണ് 10,000ൽ ഉള്ളത്. സോ അതും നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ ആദ്യം 2 ലാക്ക് കിട്ടി, 2 ലാക്ക് കിട്ടി, 0 10,000 0 10,000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റിലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, 2 ആണ്. അത് അവിടെ വരുന്നത് 1000 ആണ് അല്ലെ, അതിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 1000 ആണ്. സോ 2000 വന്നു അല്ലെ, ഫസ്റ്റത്തെ ആൾക്ക് 2000 വന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആൾ നോക്കിക്കേ 1000 ഉള്ളൂ അല്ലെ, ഇവിടുത്തെ ആൾക്ക് 2000 ആണ്. 2 ലാക്ക് 2000 ആയി, പക്ഷെ ഇവിടെ 2 ലാക്ക് 1000 ആയിട്ടുള്ളൂ. വലുതാണ് ഏതാന്ന് നിങ്ങൾക്ക് അറിയില്ലേ, 2 ലാക്ക് 2000. പിന്നെ നിങ്ങൾ ബാക്കി നമ്പർ നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം എന്താണ്, ഇവിടെ തന്നെ 2000 വന്നു, ഇവിടെ 1000 ഉള്ളൂ. ഇനി അവിടെ ബാക്കി വലിയ നമ്പേഴ്സ് വന്നിട്ടൊന്നും കാര്യമില്ല, കാരണം ഇവിടെ 1000 കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. 1223 ആണ്, ഇവിടെ 2102 ആണ് അല്ലെ, 2100 ഇത് 0 ആണ് 2 അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതാണല്ലോ ബിഗ്ഗർ നമ്പർ. സോ ഏതാണ് നമ്മൾ സൈൻ ഇടേണ്ടത്, ബിഗ്ഗർ നമ്പറിന്റെ ഭാഗത്തേക്കാണ് ഓപ്പണിംഗ് വരേണ്ടത് അല്ലെ. ആ ഒരു ഓപ്പണിംഗ് വരേണ്ടത് ബിഗ്ഗർ നമ്പറിലേക്കാണ് ഓപ്പൺ ആക്കി വെക്കേണ്ടത്. സോ ഇത് സിമ്പിൾ ആയിരുന്നല്ലോ. സോ ഏതാണ് റൈറ്റ് ഓപ്ഷൻ? യെസ്, എ ആയിരുന്നു റൈറ്റ് ഓപ്ഷൻ അല്ലെ. സോ നിങ്ങൾ ഇങ്ങനെ നമ്പേഴ്സ് തരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ബിഗ്ഗർ പ്ലേസ് വാല്യൂ ഇങ്ങനെ നോക്കുക. ലാക്സ് ഓക്കെ ആണോ, ലാക്സ് സെയിം ആണോ, ഡിഫറെന്റ് ആണോ, ഏതാണ് ബിഗ്ഗർ, അങ്ങനെ മനസ്സിലാക്കുക. അങ്ങനെ ബിഗ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സപ്പോസ് ഇവിടെ 2 ലാക്കും ഇപ്പുറത്ത് 3 ലാക്കും ആയിരുന്നെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് ബിഗ്ഗർ നമ്പർ എന്ന്. ജസ്റ്റ് കഴിഞ്ഞു, അപ്പൊ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ കറക്റ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പെട്ടെന്ന് നോക്കാം. The smallest 4-digit number having 3 different digits. Smallest 4-digit number, 4 digit ഉള്ള smallest number അല്ലെ, smallest 4-digit number having 3 different digits. അതിലെ 3 digits ഡിഫറെന്റ് ആയിരിക്കണം അല്ലെ. അതായത് ഇങ്ങനെ 2 2 2 2 ഇങ്ങനെ ഒന്നും എടുക്കാൻ പാടില്ല. കാരണം എന്താണ്, എല്ലാ ഡിജിറ്റ്സും സെയിം ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ 3 ഡിഫറെന്റ് ഡിജിറ്റ്സ് വന്നില്ല, 2 ഡിജിറ്റ്സേ വന്നിട്ടുള്ളൂ. 2ഉം 4ഉം വന്നു, പക്ഷെ മൂന്നാമതൊന്നും വന്നില്ല ഡിഫറെന്റ് ആയിട്ട്. സോ ഇതൊന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്, നമ്മൾ ഓപ്ഷൻസ് അനുസരിച്ച് ചെയ്താൽ മതി അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ ഓപ്ഷൻസിൽ എന്താ നോക്കേണ്ടത്, ആദ്യം നമ്മൾ എന്താ നോക്കേണ്ടത്, 3 ഡിജിറ്റ്സ് അല്ലെ, ഡിഫറെന്റ് 3 ഡിജിറ്റ്സ് ഇല്ലാത്ത ആൾക്കാർ ഒഴിവാക്കുക. അതായത് വ്യത്യസ്തമായ 3 ഡിജിറ്റ് ഇല്ലാത്ത ആൾക്കാർ ഒഴിവാക്കുക. അത് ആദ്യം ചെയ്യാലോ നമുക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ABCD നോക്കുക. ഇവിടെ 1 1 0 2 3 ഡിജിറ്റ്സ് വന്നു, 3 ഡിഫറെന്റ് ഡിജിറ്റ്സ് വന്നു. 1 വന്നു, 0 വന്നു, 2 വന്നു, അത് ഓക്കെ ആണ്. അതുപോലെ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, 1 0 1 2. ഓക്കെ, അപ്പോഴും 1ഉം 0ഉം 2 വന്നു ഡിഫറെന്റ് ഡിജിറ്റ്സ് ആയിട്ട്, അതും ഓക്കെ ആണ്. അതുപോലെ സിയും ഡിയും നോക്കൂ, അവിടെ എന്തുണ്ട്, 3 ഡിഫറെന്റ് ഡിജിറ്റ്സ് ഉണ്ട്. സോ എല്ലാ ഓപ്ഷൻസും ഓക്കെ ആണ്. ഇനി ഈ ഓപ്ഷൻസിന്ന് അപ്പൊ സപ്പോസ് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 2 4 4 അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 1 1 0 1 ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നു. കാരണം എന്താണ്, ഇവിടെ ഡിഫറെന്റ് ആയിട്ട് 2 ഡിജിറ്റ്സേ ഉള്ളൂ, 1ഉം 0യേ ഉള്ളൂ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ഇവര് കുറച്ച് ക്ലെവർ ആൾക്കാരാണ് അല്ലെ, ആ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ സ്റ്റിൽ ഓക്കെ ആണ്. പക്ഷെ ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് എന്താക്കാം, ഓപ്ഷൻസിന് അങ്ങനെ തന്നെ ഒഴിവാക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു ഓപ്ഷനെങ്കിൽ പോയാൽ അത്രയും ഈസി ആയി അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സോ എല്ലാ ഓപ്ഷൻസും ഓക്കെ ആണ്. ഇനി സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ, ഇതിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, സ്മോളസ്റ്റ് ഡിജിറ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഈ ഓപ്ഷൻസിൽ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ആദ്യം 3 ഡിഫറെന്റ് ഡിജിറ്റ്സ് ആണ്. ആ ഒരു 3 ഡിഫറെന്റ് ഡിജിറ്റ്സിന്റെ കാര്യം പോയി. കാരണം എന്താ, 4 ഓപ്ഷൻസിലും 3 ഡിഫറെന്റ് ഡിജിറ്റ്സ് ആണുള്ളത്. ഇനി ഇതില് സ്മോളർ ഏതാണെന്ന് നമ്മൾ കാണണം അല്ലേ. സോ നമുക്ക് എല്ലാ നമ്പേഴ്സിനും ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയാലോ. 1 1 0 2 1 0 1 2 1 0 2 0 1 0 0 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ എങ്ങനെയാ നോക്കേണ്ടത്, ബിഗ്ഗർ ആണോ സ്മോളർ ആണോ എന്ന് എങ്ങനെയാ നോക്കേണ്ടത്? യെസ്, ആദ്യം ബിഗ്ഗർ പ്ലേസ് വാല്യൂ ഉള്ള ആളെ നോക്കല്ലേ. ഇവിടെ ഏതാണ് ബിഗ്ഗർ, എല്ലാവരും 1000ലാണുള്ളത് അല്ലെ, എല്ലാവരും 1000ലാണ്. സോ എല്ലാവർക്കും 1000 ഉണ്ട്, എല്ലാവർക്കും 1000 ഉണ്ട്. സോ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ആരും ഒഴിവാക്കാൻ പറ്റിയില്ല അല്ലെ. ആരും ബിഗ്ഗർ ആണോ സ്മോളർ ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം എല്ലാവർക്കും എന്തുണ്ട്, 1000 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പ്ലേസ് വാല്യൂ നോക്കാം, 100ന്റെ പ്ലേസ് വാല്യൂ അല്ലെ. ഇതാണ് 100ന്റെ പ്ലേസ് വാല്യൂ. ഇവിടെ 100 വന്നു അല്ലെ, 100 വന്നു. ഇവിടെയോ 0 100 ആണ്, ഇവിടെ 0 100 ആണ്, ഇവിടെയും 0 100 ആണ്, ഇവിടെയും 0 100 ആണ്. ഞാൻ HUN എന്ന് എഴുതുന്നുള്ളൂ, 100 ആണ് അത് മീനിങ്. ഓക്കെ, സോ ഫസ്റ്റ് തരത്തിൽ 100 ഉണ്ട്, ബാക്കിയുള്ള 3 ഓപ്ഷനുകളിലും 0 100 ആണ്, 100കൾ ഇല്ല.
അപ്പൊ അവരല്ലേ ചെറുത്. ഇവിടെ 100 ഉണ്ട്, ഇവർക്ക് ആർക്കും 100 എന്ന് പറഞ്ഞ നമ്പർ 100 ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവർ ചെറുതാണ്. അപ്പൊ നമുക്ക് ഇവരെ ഒഴിവാക്കാം അല്ലെ. ഫസ്റ്റത്തെ ഈ ഒരു ഓപ്ഷനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ ആണല്ലോ, കാരണം നമ്മളോട് സ്മോളസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, സ്മോളസ്റ്റ് ആണ് ചോദിച്ചത്. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കിയാൽ മതി. ഇത് പോയി അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ 100 കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്? 10ന്റെ പ്ലേസ് അല്ലെ, 10ന്റെ പ്ലേസ് വാല്യൂ ഉള്ള നമ്പറുകൾ. ഓക്കെ, സോ ഇവിടെ 1 10 ഉണ്ട് അല്ലെ, ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെയോ 2 10 ഉണ്ട്, ഇവിടെ 2 10 ഉണ്ട്. വാട്ട് അബൌട്ട് ഹിയർ? 0 10, ഇവിടെ 10 ഇല്ല. ഓക്കെ, സോ ഈ ഒരു ഓപ്ഷനില് ഒരു 10 ഉണ്ട്, 1 10 ഉണ്ട്. പക്ഷെ നെക്സ്റ്റിലോ 2 10 ഉണ്ട്. അപ്പൊ അത് ബിഗ്ഗർ ആയി, അതിനെ ഒഴിവാക്കാം. ഇതും ബിഗ്ഗർ ആയി, ഇതും പോയി അല്ലെ, അത് ബിഗ്ഗർ ആയി. മറ്റു ഫസ്റ്റത്തേതിൽ ഒരു 10 ഉള്ളൂ, ഇവിടെ 2 10 ഉണ്ട്. അപ്പൊ അത് ബിഗ്ഗർ ആണ്, അത് ഒഴിവാക്കി നമ്മൾ. ഇനി ഒരു 10 ഉണ്ട്, ഇവിടെയോ 0 10, അവിടെ 10 ഇല്ല. അപ്പൊ അതാണല്ലോ ചെറുത്, ഇതാണ് അപ്പൊ ചെറുത് അല്ലെ, ഇത് വലുതാണ്. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ആരാണ് ചെറുത്? ഇതാണ്. ഇവിടെ എന്തില്ല? 1000 ഓക്കെ, പക്ഷെ അവിടെ 100 ഇല്ല, 10 ഇല്ല. ബാക്കിയുള്ളവർക്കൊക്കെ എന്തുണ്ട്? 100 ഉണ്ട്, അല്ലെങ്കിൽ 10 ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഏതാ സ്മോള്? ഇതാണ് സ്മോളർ അല്ലെ, സ്മോളർ ഇതാണ്. സോ ഓപ്ഷൻ ഡി ആയിരുന്നു നമ്മുടെ റൈറ്റ് ഓപ്ഷൻ. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻസിനെ ഇങ്ങനെ റിമൂവ് ചെയ്ത് പോവാം. സിമ്പിൾ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 4-digit നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2? ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡിവിസിബിൾ ബൈ 2, യെസ്. ആ നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് എനിക്ക് കറക്റ്റ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ എവിടെയും സ്റ്റക്ക് ആയി പോവില്ല അല്ലെ. നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലെ, ഇപ്പൊ സപ്പോസ് ഞാൻ 14നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാണ് അല്ലെ, 14 അല്ല 24 എടുക്കാം. 24നെ ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കി 1ല് 2ല് ഒരു പ്രാവശ്യമാണ് പോവുക, 0. പിന്നെ നമ്മൾ 4നെ എടുത്തിട്ടു, 4ല് 2 പ്രാവശ്യം പോവും, 4 0. കണ്ടില്ലേ, എനിക്ക് ഫുൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി. ഇതിനാണ് എന്ത് പറയുന്നത്? ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളോട് ചോദിക്കുന്നത് ലാർജസ്റ്റ് 4-digit നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2 എന്നാണ്. ലാർജസ്റ്റ്, ബിഗ്ഗർ കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഓപ്ഷൻസിൽ ഇങ്ങനെ നോക്കും അല്ലെ, എല്ലാവരും 4-digit നമ്പേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് കാണേണ്ടത് ആരാണ് ഡിവിസിബിൾ ബൈ 2 എന്നാണ് കാണേണ്ടത്. സോ നിങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലെ എല്ലാ ഓപ്ഷൻസും ഡിവൈഡ് ചെയ്ത് നോക്കുമോ? ഫസ്റ്റ് നോക്കിക്കേ, 9999. അത് കഴിഞ്ഞ് 9998. വലിയ വലിയ നമ്പേഴ്സ് ആണ്. ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യണത് ഈസി ആയിരിക്കോ? ഈസി ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സമയം കുറച്ചും കൂടി നമുക്ക് ലാഭിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? ഒരു റൂൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, ഒരു സിമ്പിൾ ട്രിക്ക്. ഡിവിസിബിൾ ബൈ 2, ഏതൊരു നമ്പറും ഡിവിസിബിൾ ബൈ 2 ആണ്. 2 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പറുകൾ ആയിരിക്കണം. ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 0 2 4 6 8 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണല്ലേ. അതായത് നമ്മുടെ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള നമ്പറുകൾ, 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്പറുകളാണ് നമ്മൾ ഈവൻ നമ്പറുകൾ എന്ന് വിളിക്കുക കേട്ടോ. 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്പർ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഇല്ലേ, ഏതൊരു നമ്പർ 2 ഡിജിറ്റോ 3 ഡിജിറ്റോ 4 ഡിജിറ്റോ എത്ര വലിയ നമ്പർ തന്നാലും അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ 9 ആണ്, ഇവിടെ 8 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? ഈവൻ നമ്പറുകളായിരിക്കണം. അതായത് 0 2 4 6 8 ഇതേ വരാൻ പറ്റുള്ളൂ. പിന്നെന്താവുന്നത്? 10 അങ്ങനെയാണ്. ആ നമ്പർ വരില്ലല്ലോ. ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? ഒന്നില്ലെങ്കിൽ 0 2 4 6 8 ഈ 5 നമ്പറുകളിലെ ഏതെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ ആ നമ്പർ 2 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. സിമ്പിൾ ആണ്, ഇത് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, ഇത് അറിയുന്ന ആൾക്കാരുണ്ടാവാം ചിലപ്പം, പക്ഷെ എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്താണ് ആലോചിക്കേണ്ടത്? ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 0 2 4 6 8 ഈവൻ നമ്പറുകൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ്? ആ ഒരു നമ്പർ 2 വെച്ച് ഡിവിസിബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചോദിച്ചത്? ലാർജസ്റ്റ് 4-digit നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2 എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എല്ലാവരും 4-digit ആണെന്ന് നോക്കിയാലോ അല്ലെ. ആദ്യം എല്ലാവരും 4-digit ആണ്, 4-digit എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ 4-digit ആണെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഫസ്റ്റത്തെ ആള് യെസ് 4-digit ആണ്, അത് ഓക്കെ ആണ്. രണ്ടാമത്തെ നമ്പറും യെസ് 4 digits ആണല്ലേ, 9998. തേർഡ് ഓപ്ഷൻ നോക്കിക്കേ, സി അല്ല. ഇവിടെ നോക്കിക്കേ 1 2 3 4 5 digits വന്നു, അത് പറ്റില്ല. അതിനപ്പം തന്നെ നമുക്ക് ഒഴിവാക്കാം, അതിനി നോക്കുക വേണ്ട. ഓക്കെ, നെക്സ്റ്റിലും യെസ് 4 digits ആണ് ഉള്ളത്. ഇനി എന്താ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്? ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? ഈവൻ ആയിരിക്കണം അല്ലെ. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആയിരിക്കണം. ഇവിടെ നോക്കിക്കേ 9 ആണ്. 9 ഒരു ഈവൻ നമ്പർ ആണോ? 9 നമ്മുടെ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതിനാവാൻ പറ്റില്ല. സോ ഇത് ഡിവിസിബിൾ അല്ല, അതും നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ, രണ്ടാമത് നോക്കിക്കേ 8 ആണ് ലാസ്റ്റ് വരുന്നത്. യെസ് 8 ഇതിലുണ്ടല്ലോ അല്ലെ, 8 ഇതിലുണ്ട്. ഈ ഒരു 5 നമ്പേഴ്സ് വേണം ലാസ്റ്റ് നമ്പർ ആയിട്ട് വരാൻ, ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരാൻ കേട്ടോ. ഓക്കെ, സോ ഇവിടെ 8 ആണ്. 8 ഇവിടെ ഉണ്ടല്ലോ. യെസ്,
സോ ഇത് ഓക്കെ ആണ്, ഇതിന് നമുക്ക് വെക്കാം, ഇതും ഓക്കെ ആണ്. ഓക്കെ, സി ഓപ്ഷൻ നമ്മൾ നേരത്തെ കളഞ്ഞിട്ടുണ്ട്. ഡി ഓപ്ഷനിലേക്ക് വരിക, ഇവിടെ 0 ആണ്. 0 പറ്റുമോ? യെസ്, 0യും പറ്റും. സോ ഈ രണ്ട് ഓപ്ഷനുകളും ഓക്കെ ആണ്. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? ലാർജസ്റ്റ് ആണ്. ഇതിലെ ബിഗർ ഏതാണ്? ബിഗർ ഏതാന്ന് പറഞ്ഞേ? 9998ഉം 9990യും എല്ലാം ഓക്കെ ആണ്. 1000 ഓക്കെ ആണ്, അവിടെ എഴുതാം 9998 അല്ലേ, 9990. 9000 ഓക്കെ ആണ്. 900 വീണ്ടും ഓക്കെ ആണ്. 910 അല്ലെ, 910 ഉണ്ട്, 910 ഉണ്ട്, അതും ഓക്കെ ആണ്. 81ഉം 01ഉം, ഇവിടെ 81 ഉണ്ട്, ഇവിടെ 01, 1 ഇല്ല. അങ്ങനെയാണെങ്കിൽ ഏതാണ് സ്മോളർ? ഏതാണ്? ഇതാണ് സ്മോളർ. പക്ഷെ നമ്മളോട് ഏതാ ചോദിച്ചിരിക്കുന്നത്? ബിഗർ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇതാണ് ബിഗർ. ഓക്കെ ആണല്ലോ. ഇതും സിമ്പിൾ ആണ്. ജസ്റ്റ് എന്താണ് ഈ ഒരു റൂൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യനോട് ഇട്ടത്. കാരണം നിങ്ങൾക്ക് ഇതുപോലെ വേറെ ചില ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് ഈസി ആണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കട്ടെ, ഒരു തെറ്റുമില്ല. പക്ഷെ ഇങ്ങനത്തെ റൂൾസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയം ലാഭിക്കാൻ പറ്റും. ഓക്കെ, സോ അതും സിമ്പിൾ ആണ്. അതൊരു നോട്ട് ചെയ്ത് വെക്കാം. ഈ റൂളൊക്കെ നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കാം. വേറെ കുറെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം. ഒരു പാറ്റേൺ തന്നിട്ടുണ്ടല്ലേ, ഒരു പാറ്റേൺ 6, 15, 42, 123 അങ്ങനെ പോകുന്ന ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ അടുത്ത നമ്പർ എന്താണ് വരിക എന്നാണ് ചോദിക്കുന്നത്. ഇത് കഴിഞ്ഞ 123 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഏതാണ് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇത് കാണുന്നുണ്ടോ? എങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുക? നമുക്ക് നോക്കാം. 6ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ മക്കളെ? 6, 15, 42, 123 അല്ലെ. നമുക്ക് നെക്സ്റ്റ് നമ്പർ ആണ് കാണേണ്ടത്. ഓക്കെ, സോ 6ന്ന് 15 നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? 15 - 6 എന്താണ്? 9 ആണല്ലേ. സോ 6ന്ന് 9 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 15 വന്നു. 6ന്ന് 9 ആഡ് ചെയ്തപ്പോൾ 15 വന്നു അല്ലേ. 15 - 6 ചെയ്താൽ നിങ്ങൾക്ക് 9 വന്നു അല്ലേ. അപ്പൊ ഡിഫറൻസ് എന്താണ്? ആ രണ്ട് നമ്പറും തമ്മിലുള്ളത് 9 ആണ്. +9 ചെയ്താലാണ്. അടുത്തത് 15ഉം 42 മൈനസ് ചെയ്ത് നോക്കാം. നമുക്ക് 42 - 15 ഓക്കെ 7, 2, 27 ആണ്. സോ +27 ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, 15ന്ന് 27 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 42 വരും. ഓക്കെ, നെക്സ്റ്റും കൂടെ നോക്കി നോക്കാം. 123. ഓക്കെ, 123 - 42 ചെയ്താലോ? 112 4 പോയ 8, 81. ഓക്കെ, സോ 6ന്ന് 15 കിട്ടാൻ 9 ആഡ് ചെയ്തു, 15ന്ന് 42 കിട്ടാൻ 27 ആഡ് ചെയ്തു, 42ന്ന് 123 കിട്ടാൻ 81 ഞാൻ ആഡ് ചെയ്തു. ഈ ആഡ് ചെയ്ത നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആഡ് ചെയ്ത നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നോക്കിക്കേ. 3 എന്ന് പറഞ്ഞാൽ എന്താ? 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സ്ക്വയർ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 27 എന്ന് പറഞ്ഞാൽ എന്താ? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 അല്ലേ. 3 × 3 ആണ് 9. അങ്ങനെയാണെങ്കിൽ 27 എന്താണ്? 3 × 3 × 3 ആണ്. അതായത് 9ന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 27 കിട്ടും. വീണ്ടും 27ന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 123 കിട്ടും. ഓക്കെ, വീണ്ടും 27ന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 81 കിട്ടും. 27ന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 81 കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്തത് കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? 81ന്റെ കൂടെ ഞാൻ 3 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 81ന്റെ കൂടെ ഞാൻ 3 മൾട്ടിപ്ലൈ ചെയ്യണം. 81 multiplied by 3, 3, 24, 243 അല്ലെ. 243. ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചേ. 6, 15, 42, 120 അങ്ങനെ പോകുന്ന ഒരു പാറ്റേൺ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. ഓരോരുത്തരും നമ്മൾ ഡിഫറൻസ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു. 9, 27, 81 ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന ഒരു പാറ്റേൺ ആണ്. ഇനി ഈ 9, 27, 81ന്റെ പ്രത്യേകത എന്താണ്? 3ന്റെ അല്ലെ, 3ന്റെ പവറുകളാണ്. അതായത് 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ്. അതിന്റെ കൂടെ ഒരു 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അടുത്ത നമ്പർ കിട്ടി. അതിന്റെ കൂടെ വീണ്ടും ഒരു 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 81 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും ആ 81ന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 243 എന്ന് കിട്ടി. ഇതാണോ നമ്മുടെ ആൻസർ? അല്ല. 243 എന്നതിനെ ഈ ഒരു 123 വെച്ച് ആഡ് ചെയ്യണം. അങ്ങനെയല്ലേ പാറ്റേൺ പോകുന്നത്. ശ്രദ്ധിച്ചില്ലേ? ഇതാ ഇവിടെ കിട്ടിയത് നമുക്ക് 81 ആഡ് ചെയ്തപ്പോഴാണ്. 81 എങ്ങനെ കിട്ടിയത്? ഈ ഒരു 27ന്റെ കൂടെ അല്ലെ, ഈ 27ന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 81 കിട്ടിയത്. സോ അടുത്ത നമ്പറിന് എന്ത് വെച്ച് ആഡ് ചെയ്യണം? നമുക്ക് എങ്ങനെയാ കിട്ടേണ്ടത്? ഈ 81നെ നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ നമുക്ക് 243 എന്ന് കിട്ടി. എന്താ ചെയ്യേണ്ടത്? 1, 2, 3 + 243 ഇതല്ലേ നമ്പേഴ്സ്. 243 ആരോട് ആഡ് ചെയ്യണം? ഈ 123നോട് ആഡ് ചെയ്യണം അല്ലെ. ഓക്കെ, സോ ഞാൻ ആഡ് ചെയ്യാണ്. 6, 6, 3, 366. സോ അടുത്ത നമ്പർ 366 ആണ് വരേണ്ടത്, വിച്ച് ഇസ് ഓപ്ഷൻ സി.
ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കും. ഇത് ഫസ്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടെൻഷൻ അത് എങ്ങനെ ഓർക്കുക എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ എന്താ ഞാൻ ചെയ്തത്, എന്താ സിമ്പിൾ ആയിട്ട് ഞാൻ എന്താ ചെയ്തത്, ആദ്യം ആ പാറ്റേൺ ഞാൻ കണ്ടു. ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് എഴുതി നോക്കി, അതിന്റെ ഡിഫറൻസുകൾ അല്ലെ, ഓരോ നമ്പറുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഡിഫറൻസ് അല്ലെ, ഈ ഡിഫറൻസ് 9 9 9 അങ്ങനെയല്ല പോകുന്നത്, +9 +9 +9 അങ്ങനെയല്ല പോകുന്നത്. നമ്പറുകളും ഡിഫറെന്റ് ആണ്. ഏത് നമ്പർ കണ്ടില്ലേ, ഈ ഒരു 9 പിന്നെ 27 പിന്നെ 81. പക്ഷെ ഞാനിവിടെ എന്ത് ശ്രദ്ധിച്ചു, ഇതിൽ 3ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ പോകുന്നത് എന്ന് ഞാൻ ശ്രദ്ധിച്ചു അല്ലെ. 9ലേക്ക് 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 27 കിട്ടി, 27ലേക്ക് 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 81 കിട്ടി. അപ്പൊ എനിക്ക് അവിടെ ഒരു പാറ്റേൺ മനസ്സിലായി. ആ പാറ്റേൺ വീണ്ടും ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഏത് നമ്പർ വെച്ച് ആഡ് ചെയ്യേണ്ടത് എങ്ങനെ കിട്ടി, 81ന്റെ കൂടെ ഞാൻ വീണ്ടും ആ 3 മൾട്ടിപ്ലൈ ചെയ്തു. സോ എനിക്ക് 243 കിട്ടി. സോ ഞാൻ എന്താ ചെയ്യേണ്ടത്, ആ ഒരു നെക്സ്റ്റ് നമ്പറിനെ കിട്ടാൻ പ്രീവിയസ് നമ്പറിന്റെ കൂടെ ഈ ഒരു 243 ആഡ് ചെയ്യണം എന്ന് ഞാൻ മനസ്സിലാക്കി. ഓക്കെ, നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഇതുപോലെ ലോജിക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യുക. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ടഫ് ആയിരിക്കാം, പക്ഷെ അതിന്റെ അത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റാവുന്ന എല്ലാ ട്രിക്കുകളും അതിന്റെ മേലെ നോക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ആഡ് ചെയ്ത് നോക്കുക, എല്ലാം ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഇതിലെന്താണ്, നെക്സ്റ്റ് ടേം കാണാനാണോ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്? അല്ല അല്ലെ, 1 ടേം ഇസ് റോങ് എന്നാണ് പറയുന്നത്. ഇതിൽ ഒരു ടേം തെറ്റാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ ആദ്യം നമ്മൾ ശ്രദ്ധിക്കാം, 73, ഓക്കെ, 58, ഓക്കെ, 94. ഓക്കെ, 73യും 58 നോക്കിക്കേ, 73യും 58ഉം ആരാ ബിഗർ? 73. അപ്പൊ ആദ്യം കുറഞ്ഞു അല്ലെ, ആദ്യം അതൊന്ന് കുറഞ്ഞു, പിന്നെ വീണ്ടും കൂടി, പിന്നെ വീണ്ടും കുറഞ്ഞു, പിന്നെ വീണ്ടും കൂടി, പിന്നെ വീണ്ടും കുറഞ്ഞു. കണ്ടോ കണ്ടോ, നേരത്തെ ആ ഒരു സീക്വൻസ് നോക്കിക്കേ. 6ന്ന് 15ലേക്ക് കൂടി, 15ന്ന് 42ലേക്ക് ബിഗർ ആയി, പിന്നെ 42 123 ആയി, അങ്ങനെ ബിഗർ ആയി പോവാണ്. പക്ഷെ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചേ, ആദ്യം വലുതായി, പിന്നെ ചെറുതായി, പിന്നെയും വലുതായി, പിന്നെ ചെറുതായി, അങ്ങനെ എങ്ങനെയാണ് പോകുന്നത്. സോ ഒരു നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് പോവല്ല അല്ലെ, ആഡ് ചെയ്ത് ഇങ്ങനെ പോവല്ല, നമുക്ക് മനസ്സിലായി. കാരണം കൂടുന്നുണ്ട്, കുറയുന്നുണ്ട് അല്ലെ, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം നോക്കിയാലോ, ഒരു കാര്യം നമുക്ക് നോക്കാം. ഈ ബിഗർ നമ്പറുകളെ, സോ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. എന്താ ഞാൻ ചെയ്യുന്നത്, ഈ ബിഗർ നമ്പറുകൾ ഞാൻ ആദ്യം ഒരുമിച്ചെടുത്ത് എഴുതി. 73 ബിഗർ നമ്പറുകൾ ആരപ്പ ഇങ്ങനെ നോക്കാം. അതായത് 73 94 ആയി, പിന്നെ അത് 1, അപ്പൊ ബിഗർ ആയിട്ടല്ലേ പോകുന്നത്. 73 94 ആയി, വലുതായി. 94 116 ആയി, വലുതായി. വീണ്ടും 116 136 ആയി, ഇപ്പോഴും വലുതായില്ലേ. അതിന് ഞാൻ എടുത്തെഴുതാണ്. 73 94 116 136, അടുത്തത് ബിഗർ ആവുന്ന എങ്ങോട്ടാ, 157 അല്ലെ, 157 ഇങ്ങനെ ഞാൻ എഴുതി. ഓക്കെ ഓക്കെ, ഇതുപോലെ മറ്റേ നമ്പറിനെ കൂടി ഞാൻ എടുത്തെഴുതാണ്. ഏതാണ്, യെസ്, ഇതിലെ 58 69 എപ്പോഴും ബിഗർ ആയി. 58 69 ആയി, 69 80 ആയി, 80 91 ആയി, ഇപ്പോഴും ബിഗർ ആയി പോവല്ലേ. അതും നമ്മുടെ നേരത്തെ കണ്ട സീക്വൻസ്, നേരത്തെ കണ്ട ഒരു പാറ്റേൺ പോലെ ഇങ്ങനെ ബിഗർ ആയി പോകണം. അതിനെ ഞാൻ മാറ്റിയെടുത്ത് എഴുതി. 58 69 80 91 ഇങ്ങനെ പോകുന്നു അല്ലെ, ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പിങ്കിൽ ഞാൻ എഴുതിയത് അല്ലെ, പിങ്കിൽ എഴുതിയ ആ ഒരു സീക്വൻസിന്റെ ഡിഫറൻസ് നമുക്ക് കണ്ടു നോക്കാം. 58ഉം 69ഉം, 69 മൈനസ് 58, 9 മൈനസ് 8 1, 6 മൈനസ് 5 1, 11 വന്നു, +11. ഓക്കെ, +11 ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടി. അങ്ങനെയാണെങ്കിൽ 69 80 എങ്ങനെ കിട്ടുന്നത്? യെസ്, +11 ആണല്ലേ, +11 ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ. അങ്ങനെയാണെങ്കിൽ 80 91 എങ്ങനെയാ കിട്ടുന്നത്? സിമ്പിൾ ആണ്, പിന്നെയും +11 ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ഇതിങ്ങനെ +11 ആഡ് ചെയ്ത് പോകുന്ന ഒരു പാറ്റേൺ ആണ്. +11 ഒരു നമ്പർ കിട്ടി, അടുത്തത് കിട്ടാൻ വീണ്ടും +11 വീണ്ടും +11 അങ്ങനെ പോകുന്ന ഒരു സീക്വൻസ്. അതിലപ്പോ പ്രശ്നമൊന്നുമില്ല, ആ ഒരു ആളിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മേലെ എഴുതി നോക്കിക്കേ, 73 94 116 136 157 എന്ന് പോകുന്നതാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെയും ഡിഫറൻസ് കാണാൻ നോക്കാം. 73 ഓക്കെ 7. സോ നമുക്ക് ആ ഒരു വലിയ സീക്വൻസ് അല്ലേ, ഈ സീക്വൻസ് ഓക്കെ ആണെന്ന് നമുക്ക് കിട്ടി. ഈ സീക്വൻസ് ഓക്കെ ആണ്. മറ്റേ സീക്വൻസോ 73 94 116 73 94 116 136 പിന്നെ 157 ഓക്കെ ആണല്ലോ. ഇതിൽ നമുക്ക് ഡിഫറൻസ് കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ ഡിഫറൻസ് കാണണം. ഒരേപോലെ പോവാണെങ്കിൽ അതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാനോ ആഡ് ചെയ്യാനൊക്കെ ഉണ്ടാവും. ഓക്കെ ആണോ? സോ യെസ്, ആദ്യം നമുക്ക് ഡിഫറൻസ് കണ്ടു നോക്കാം അല്ലെ. ഓക്കെ, 94 മൈനസ് 73 1 2 21 ആണ് ഡിഫറൻസ് വന്നത്. ഓക്കെ, +21 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതെ +21 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 94 കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്തത് എങ്ങനെയാ വരുന്നത് നോക്കാം അല്ലെ. 116 മൈനസ് 94. ഓക്കെ, 116 മൈനസ് 94 2, 11 9 പോയി കഴിഞ്ഞാൽ 2.
22 എന്ന് വന്നു. സോ വീണ്ടും +22 ആണ് വരുന്നത് അല്ലെ. ആദ്യം 21 പിന്നെ 22. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കാം. 136 - 116 സിമ്പിൾ ആയിട്ട് 20 ആണ്, +20 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കാം പെട്ടെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ. ഓക്കെ, 136 - 116 ചെയ്താൽ നിങ്ങൾക്ക് 20 വരും. അടുത്തത് വീണ്ടും 157 നിന്ന് 136 ഞാൻ കുറയ്ക്കണം അല്ലെ. 157. ഓക്കെ, 7 - 6 1, 5 - 3 2 0. ഓക്കെ, 21 എന്ന് വന്നു, +21. ഇതിന് എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ ഈ ആഡ് ചെയ്യുന്നതിന്? +21 പിന്നെ +22 പിന്നെ +20 പിന്നെ +21 അങ്ങനെ എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ? ആദ്യം എത്ര കൂടി? 1 കൂടി, പിന്നെ 2 കുറഞ്ഞു, പിന്നെ 1 കൂടി. അതൊരു പാറ്റേൺ ആണോ? അല്ല അല്ലെ. പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ പോകുന്നവരായിരിക്കും, ഒരുപോലെ ആയിരിക്കും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. അല്ല, അപ്പൊ ഇതിനെന്തോ പ്രശ്നമുണ്ട്, നമുക്ക് മനസ്സിലായില്ലേ? ഇതിനെന്തോ പ്രശ്നമുണ്ട്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെയും +21 ആണ്, ഇവിടെയും +21 ആണ്. ഓക്കെ, ഇവിടെയും +21 ആണ്, ഇവിടെയും +21 ആണ്. ഓക്കെ, സോ ഞാൻ സപ്പോസ് 21 ആയിരുന്നെങ്കിലോ നമ്മുടെ കറക്റ്റ് ആഡ് ചെയ്ത് പോകുന്ന ആൾ, അതായത് നേരത്തെ സീക്വൻസിൽ +11 ചെയ്യുന്നത് പോലെ ഇവിടെ +21 ആണോ എന്ന് ഞാൻ നോക്കുകയാണ്. അങ്ങനെയാണോ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, 73 ന്ന് 94 +21 ചെയ്തപ്പോൾ കിട്ടി. ഓക്കെ, ഇനി 94ലേക്ക് ഞാൻ +21 ചെയ്താൽ എന്താ മക്കളെ വരിക? 94ലേക്ക്, അതായത് ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതാട്ടോ. 73 94 ഇത് ഓക്കെ, നമ്മൾ +21 ചെയ്തു. കാരണം എന്താണ്? ഇവിടെയും 21 വരുന്നുണ്ട്, ഇവിടെയും 21 വരുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കുകയാണ് ഇതാണോ ഇനി ഈ ഒരു +21 ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് ആണോ ഇത്, അല്ലെ? ഓക്കെ, സോ 94ലേക്ക് ഞാൻ വീണ്ടും +21 ആഡ് ചെയ്താൽ എന്താ മക്കളെ വരിക? 115 എന്നാണ് വരിക. 115, കാരണം എന്താ 22 ആഡ് ചെയ്തപ്പോൾ 116 ആയി, 21 ആഡ് ചെയ്യുമ്പോൾ 115 ആണല്ലോ, സിമ്പിൾ ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഈ 115ലേക്ക് ഞാൻ വീണ്ടും +21 ആഡ് ചെയ്യാണ് അല്ലെ. 115 +21 6 3 1 136. കണ്ടോ? 136. ഇതേ നമ്പർ തന്നെ വന്നു. ജസ്റ്റ് ഈ നമ്പർ മാറി, ഈ ഒരു നമ്പർ മാറി. ഓക്കെ, പക്ഷെ ഈ ഒരു നമ്പർ അത് തന്നെ തന്നു. ഓക്കെ, അതിലേക്ക് വീണ്ടും 136 ആഡ് ചെയ്താൽ 136ലേക്ക് വീണ്ടും +21 ആഡ് ചെയ്താൽ എന്താ വരിക? 157 തന്നെ അല്ലെ. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ കണ്ടോ, ഈ ഒരു ഒറ്റ നമ്പർ 116 മാറിപ്പോയി കഴിഞ്ഞപ്പോൾ വന്നൊരു പ്രശ്നമായിരുന്നു ഇത്. 22ഉം 20 ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവാത്തതിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഏത് നമ്പർ ആയിരുന്നു ഇവിടെ തെറ്റിയത്? 116 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ ആയിരുന്നു ഇവിടെ തെറ്റ് അല്ലെ. ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം ആ 116 എന്ന് പറയുന്ന നമ്പർ ആയിരുന്നു. അത് നോക്കിക്കാൻ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോന്ന്? യെസ്, 116 ആണ് നമ്മുടെ റൈറ്റ് ഓപ്ഷൻ. സിമ്പിൾ അല്ലേ? ഇത് നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് എങ്ങനെയാ മാം മനസ്സിലാവുക, മാമിന് ചിലപ്പോൾ അറിയായിരിക്കും അങ്ങനൊന്നും വിചാരിക്കണ്ട. എന്താ നോക്കേണ്ടത്? ആദ്യം ഞാൻ എന്താ മനസ്സിലാക്കിയേ? ഞാൻ ഡിഫറൻസ് നോക്കാൻ നോക്കിയത്. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം നമ്മൾ ഡിഫറൻസ് നോക്കണം. അപ്പൊ ആദ്യം ഡിഫറൻസ് നോക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ എന്ത് മനസ്സിലായി? എന്താ എനിക്ക് മനസ്സിലായത്? ഇങ്ങനെ ഒരേപോലെ കൂടുകയല്ല അല്ലെ, ഇങ്ങനെ കൂടുകയല്ല. ആദ്യം 73 എന്തായി? കുറഞ്ഞു. 73 58 ആയി, 58 94 ആയി, 94 69 ആയി, പിന്നെ അത് കൂടി, പിന്നെ കുറഞ്ഞു. അങ്ങനെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഡിഫറൻസ് ഇങ്ങനെ ആഡ് ചെയ്യുന്ന പോലെ അല്ല അല്ലെ, ഒരു നമ്പർ ഇങ്ങനെ ആഡ് ചെയ്യുന്ന പോലെ അല്ല അത് പോകുന്നത്. അപ്പൊ ഞാൻ എന്താക്കി? അതിനെ വേറെ ആക്കിയല്ലേ, ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന പോലെ. ഇങ്ങനെ ഇത് ബിഗ്ഗർ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇതും ബിഗ്ഗർ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്താക്കി? ഓൾട്ടർനേറ്റ് അല്ല എടുത്തത്. ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് വിട്ടാണ് ഞാൻ ആ സീക്വൻസിനെ ക്രിയേറ്റ് ചെയ്തത്. 58 കഴിഞ്ഞ് 94 എടുത്തില്ല, 69 എടുത്തു. 116 എടുത്തില്ല, 118 എടുത്തു. അങ്ങനെ പോകുന്ന രണ്ട് സീക്വൻസുകളായി രണ്ട് സീക്വൻസുകളെ ഒരുമിപ്പിച്ചതാണ് ഈ ഒരു സീക്വൻസ് അല്ലെ. രണ്ട് ഡിഫറെന്റ് സീക്വൻസുകളെ ഇങ്ങനെ ഒരുമിപ്പിച്ചതാണ്, ജാം ആക്കിയതാണ് ഈ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സീക്വൻസ്. അതിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കി. എന്നിട്ട് നമ്മൾ ആ സീക്വൻസുകൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആ ഡിഫറൻസുകൾ വെച്ച് കണ്ടുപിടിച്ചു. സിമ്പിൾ ആണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം. ഇതിൽ നെക്സ്റ്റ് ടേം ഏതാണെന്നാണ് കാണേണ്ടത്. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കിക്കേ 39 56 73 90. യെസ്, സാധാരണ പോലെ ഇങ്ങനെ കൂടി പോകുന്ന ഒരു സീക്വൻസ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഡിഫറൻസ് കാണണം അല്ലെ. ഡിഫറൻസ് കാണണം. 39ഉം 56ഉം 56 മൈനസ് 39 5 4 16 9 16 9 7 1 പ്ലസ് 17. സോ +17 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 56 വരും. ഓക്കെ, അടുത്ത നമ്പറിലേക്ക് പോക്കി നോക്കാം. 73 മൈനസ് 56 അല്ലെ. 73 മൈനസ് 56 വീണ്ടും 3 7 6 ആവുന്നു. 13 6 പോകുമ്പോൾ 7 ആവുന്നു 1. യെസ്, 17. വീണ്ടും 17. അതുപോലെ നിങ്ങൾ അടുത്തത് നോക്കി നോക്കുക. വീണ്ടും 17 തന്നെയാണ് വരിക. +17 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സീക്വൻസ് ആണ്. അതായത് 17 എന്ന് പറയുന്ന നമ്പർ ഇങ്ങനെ തൊട്ട് മുന്നുള്ള നമ്പറുകളോട് ആഡ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് ആണ്. സോ 124 കഴിഞ്ഞിട്ട് എന്താ വരിക? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, +17 ആഡ് ചെയ്താൽ മതി. 124 + 17 7 + 4 11
2 + 1 3, 3 + 1 4, 1 4 1, ദാറ്റ് ഈസ് സി ഓപ്ഷൻ ആണ് റൈറ്റ് ആയിട്ട് വരിക. 1 4 1. ഓക്കെ ആണല്ലോ, ഇത് സിമ്പിൾ ആയിരുന്നു. കാരണം എന്താ, ഒരേ നമ്പർ ആണ് ആഡ് ചെയ്ത് പോകുന്നത്, അതുകൊണ്ട് അത് സിമ്പിൾ ആയിരുന്നു. സിമ്പിൾ ആണല്ലോ, ഇത് ഓക്കെയാണ്. നിങ്ങൾക്ക് മറ്റേതാണ് കുറച്ച് ഡൗട്ട് വരിക, അതായത് ഇങ്ങനെ പാറ്റേൺ ആയിട്ട് വരുന്നത് അല്ലെ, ഡിഫറൻസുകൾ തമ്മിലും ഇങ്ങനെ എന്തൊക്കെയോ ഒരു പാറ്റേൺ പോലെ വരുന്നതിൽ, അത് നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് നോക്കാം, ഡിഫറൻസുകൾ നോക്കാം അല്ലെ. 3 ന്ന് 4 കിട്ടാൻ +1, അത് നിങ്ങൾക്ക് അറിയാം. 3 ന്ന് 4 കിട്ടാൻ +1 ചെയ്താൽ മതി. 4 ന്ന് 10 കിട്ടാനോ +6 ചെയ്യണം. 10 ന്ന് 33 കിട്ടാൻ +23 ചെയ്യണം അല്ലെ, +23 ചെയ്യണം. 20 30, യെസ് 23 ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താണ്, ഒരേപോലുള്ള ഒരു എന്താണ്, ഒരേ നമ്പർ ആഡ് ചെയ്യുന്ന പോലെ ഇനി ഇതിന് ഒരു പാറ്റേൺ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് അടുത്ത നമ്പറിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഓക്കെ, 3 ന്ന് 4ലേക്ക്, 3 ന്ന് 4ലേക്ക്, അതിനെനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 1 × 3 + 1 അല്ലെ. 3 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് 4ലേക്ക് കിട്ടാൻ ഞാൻ എന്ത് ചെയ്തു, 1 × 3 + 1 ചെയ്താൽ എന്താ വരുന്നത്, 4 ആ വരുന്നത്. അതവിടെ നിൽക്കട്ടെ. 4 ന്ന് അടുത്ത നമ്പർ ഏതാ വന്നത്, 10 ആണ് വന്നത്. 4 ന്ന് അടുത്ത നമ്പർ 10 ആണ് വന്നത്. ഈ 4 ഉം 10 ഉം എനിക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, 10ന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ ഏതാ, 4ന്റേത് 8. അതായത് 2 × 4 ചെയ്താൽ എനിക്ക് 8 വരുമല്ലോ. 2 × 4 ചെയ്താൽ 8 വരും. പിന്നെ ഒരു 2 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 10 വന്നു, അടുത്ത നമ്പർ വന്നു കേട്ടോ. അടുത്ത നമ്പറായ 10 വന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ നമുക്ക് ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചേ, 1 2 ഇങ്ങനെ നമ്മൾ സാധാരണ പോലെ ആഡ് ചെയ്യുന്നത്. ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുന്നത്തെ നമ്പർ അല്ലേ, ഇതിന് തൊട്ട് മുന്നത്തെ നമ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ കിട്ടാൻ നമുക്ക് ഈ സൂത്രം ഒന്ന് ചെയ്ത് നോക്കാം. അതായത് 10 എന്ന് അടുത്ത നമ്പർ കിട്ടണം. അത് 33 ആണ്, ഞാൻ അത് അവിടെ വെക്കുന്നു. 33 ആണെന്ന് എനിക്ക് അറിയില്ല, 33 ആണ്, പക്ഷെ അതവിടെ നിന്നോട്ടെ. ഞാൻ ഇതേപോലെ ഈ ഒരു പാറ്റേൺ നോക്കുകയാണ്. ഏതാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 3 അല്ലേ. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, അടുത്തത് 3 ആണ്. 3 × ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ദാ ഈ തൊട്ട് മുന്നേ നമ്പർ അല്ലേ, തൊട്ട് മുന്നത്തെ നമ്പർ. ഏത് നമ്പർ തൊട്ട് മുന്നേ ആണോ ഈ നമ്പർ വരേണ്ടത്, 10 അല്ലെ. 3 × 10 പ്ലസ് അടുത്തത് എന്താ ചെയ്യേണ്ടത്, ഇവിടെ 1 ആണ്, 2 ആണ്, അപ്പൊ ഇവിടെ എന്തായിരിക്കണം, 3 ആണ്. നോക്കിക്കേ, ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തേ. 3 × 10 30 + 3 33, കണ്ടോ, 33 എന്ന് വന്നു. ഇതും നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെയാ മനസ്സിലാവാന്ന് വിചാരിക്കാം അല്ലെ. അപ്പൊ ഞാൻ എന്താ ചെയ്തത്, ആദ്യം ഞാൻ ഡിഫറൻസ് നോക്കി. 1 6 23 ഡിഫറൻസുകളിൽ ഇനി പാറ്റേണുകൾ നമ്മൾ നോക്കണല്ലേ. ഡിഫറൻസുകളിൽ പാറ്റേൺ നോക്കുമ്പോൾ നേരത്തെ കണ്ട പാറ്റേൺ പോലെ ഒരു പാറ്റേൺ എനിക്ക് കാണാൻ പറ്റുമോ, ഇല്ല. കാരണം നേരത്തെ പാറ്റേൺ എന്താ, ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെയൊക്കെ പോയി. 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെയൊക്കെ പോയി. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്ക് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമോ, 1 ന്ന് 6ലേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടോ, 6 ന്ന് 23ലേക്ക്, അവിടെ നമുക്കൊരു പാറ്റേൺ കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, 3 ഉം 4 ഉം 1 ആണ് അതിന്റെ ഡിഫറൻസ്. അപ്പൊ എനിക്ക് 1 × 3 + 1 എന്ന് പറയാം, 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ 4 ന്ന് 10 കിട്ടാൻ, 10ന്റെ തൊട്ടടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ 8 ആണ്. 8ലേക്ക് ഒരു 2 കൂടി ആഡ് ചെയ്തപ്പോൾ 10 കിട്ടി. ഇനി അതുപോലെ 10 ഉം 33 ഉം, 33ന്റെ അടുത്തുള്ള 10ന്റെ മൾട്ടിപ്പിൾ ഏതാ, 30. അതിലേക്ക് ഒരു 3 കൂടി ആഡ് ചെയ്തപ്പം 33 കിട്ടി. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 33 ന്ന് 136 ഇങ്ങനെ കിട്ടുമോ നമുക്ക് നോക്കാം. 33 ന്ന് 136 ഇങ്ങനെ കിട്ടുമോ നമുക്ക് നോക്കാം. ഓക്കെ, സോ 33 136 എനിക്ക് കിട്ടണം അല്ലെ. എന്താ ഞാൻ ചെയ്തത്, യെസ് 1 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, അടുത്തത് എന്താണ്, 4 അല്ലെ. ഓക്കെ, സോ ഞാൻ എന്താ ചെയ്തത്, 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, അടുത്തത് എന്താണ്, 4 അല്ലെ. 4 × ഏത് നമ്പർ വെച്ചാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, യെസ് ഈ ലാസ്റ്റ് നമ്പർ വെച്ച് അല്ലെ. 33 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് എന്താണ് ആഡ് ചെയ്യേണ്ടത്, ഈ 4 തന്നെ അല്ലെ. 1 2 3 1 2 3 4. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. 33 × 4 4 × 3 12, വീണ്ടും 12 132. ഓക്കെ, ആദ്യത്തത് 132 പ്ലസ് ഒരു 4 കൂടെ, 2 + 4 6 3 1 136. യെസ്, അപ്പൊ നമ്മുടെ പാറ്റേൺ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന പാറ്റേൺ ശരിയാണോ നോക്കാൻ എന്താ ചെയ്താൽ മതി, അടുത്ത നമ്പറുകൾ ഇതുപോലെ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പൊ ആ പാറ്റേൺ കറക്റ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ, യെസ്. സോ നമുക്ക് എന്ത് കിട്ടി, രണ്ടാമത്തെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ നമ്പറിലേക്ക് 1 മൾട്ടിപ്ലൈ ചെയ്ത് +1 ആഡ് ചെയ്തു. അതുപോലെ മൂന്നാമത്തെ നമ്പർ കിട്ടാൻ വേണ്ടി അതിന് തൊട്ട് മുന്നത്തെ നമ്പറായ 4ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 2 ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 136 കഴിഞ്ഞിട്ടുള്ള അല്ലെ, ഓക്കെ 136 കഴിഞ്ഞിട്ടുള്ള നമ്പറിനെ കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, 4 വരെ കഴിഞ്ഞു, അടുത്തത് എന്താണ്, 5 അല്ലെ. 5 × 136 അല്ലെ, ഈ നമ്പർ തന്നെ +5 ഞാൻ ചെയ്യണം. 5 × 136 +5 എന്ന് ചെയ്യണം. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 136 × 5 6 × 5 30, 3 × 5 15 +3 18 8 1 1 × 5 5 5 + 6 80. എന്താ ആഡ് ചെയ്യണം, 680 പ്ലസ് ഒരു 5 കൂടെ ഉണ്ട് അല്ലെ. 680
+5 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 685 എന്ന് ആൻസർ വരും. 685 which is option C will be your right answer. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ ആദ്യം ഡിഫറൻസ് കണ്ടുപിടിച്ചു, ഡിഫറൻസിൽ പാറ്റേൺ ഉണ്ടോ എന്ന് നോക്കി, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പാറ്റേൺ കാണാൻ പറ്റില്ല. പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് 3ഉം 4ഉം എങ്ങനെയാണ് എനിക്ക് അവരെ കണക്ട് ചെയ്യാൻ പറ്റുക, അതുപോലെ 4ഉം 10ഉം എങ്ങനെയാണ് എനിക്ക് അവരെ കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ എനിക്കൊരു പാറ്റേൺ കിട്ടി. സോ അടുത്ത നമ്പറുകൾ ഞാൻ ഇതേ പാറ്റേണിൽ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്തു. യെസ്, കണ്ടെത്താൻ പറ്റുന്നുണ്ട്. സോ അതുപോലെ ഞാൻ അടുത്ത ആ ഒരു നമ്പറായ 685 കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. സോ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഇതുപോലെ സീക്വൻസുകൾ അല്ലെങ്കിൽ ഇതുപോലെ പാറ്റേണുകൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്ലൂ, ആർ ദ നമ്പേഴ്സ് ഗ്രോയിങ് സ്മൂത്ത്ലി ഓർ ആർ ദേ എക്സ്പ്ലോഡിങ്? ആ ഒരു നമ്പറുകൾ കൂടുന്നത് പതുക്കെയാണോ? അതായത് ഫസ്റ്റത്തെ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഫസ്റ്റത്തെ എക്സാമ്പിൾ 12, 15, 18, 21 പതുക്കെയാണ് ഇൻക്രീസ് ആവുന്നത്, അതായത് പതുക്കെയാണ് ഇൻക്രീസ് ആവുന്നത്. അല്ലെങ്കിൽ എക്സ്പ്ലോഡ് ചെയ്യണം, വലിയ വലിയ നമ്പറുകൾ പെട്ടെന്ന് ആവുകയാണോ? അതായത് 3 9 ആയി, അത് ഓക്കെ, 9 27 ആയി, 27 81 ആയി, എക്സ്പ്ലോഡിങ് ആണോ ചെയ്യുന്നത്? സോ ഫസ്റ്റത്തെ ഒരു കേസിൽ ഒരു നമ്പറിനെ ആഡ് ചെയ്ത് പോവായിരിക്കും അല്ലെ, ഏതെങ്കിലും ഒരു നമ്പറിന് അല്ലെ, ഒന്നില്ലെങ്കിൽ സെയിം നമ്പേഴ്സ് ആയിരിക്കും ആഡ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ എന്ത് പാറ്റേൺ ഉണ്ടാവും. എക്സ്പ്ലോഡ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ മൾട്ടിപ്പിളുകളായിരിക്കും. അതായത് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടില്ലേ, 9 വെച്ച് ആഡ് ചെയ്തു, പിന്നെ ആഡ് ചെയ്യുന്നത് 27 വെച്ചിട്ടാ, പിന്നെ ആഡ് ചെയ്യുന്നത് 81 വെച്ചിട്ട്. അപ്പൊ എക്സ്പ്ലോഡ് ചെയ്യാണ്. അതെന്താ, നമ്മൾ മൾട്ടിപ്പിൾ ആയി എടുക്കുമ്പോഴാണ് വലിയ വലിയ നമ്പറുകൾ വരുന്നത്. സോ അങ്ങനെ മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് രണ്ടാമത് നോക്കേണ്ടത് റോളർ കോസ്റ്റർ ആണോ? റോളർ കോസ്റ്റർ ആണ് അപ്പ് ആൻഡ് ഡൗൺ പോലെയാണോ? നമ്മൾ വേറെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടത് എങ്ങനെയായിരുന്നു, ഒരു വലിയ നമ്പർ വന്നു, പിന്നെ ചെറുത് വന്നു, പിന്നെ വലുത് വന്നു, പിന്നെ ചെറുത് വന്നു. അങ്ങനത്തെ പാറ്റേൺ ആണെങ്കിൽ അത് കൂടുതലും രണ്ട് സീക്വൻസുകൾ എങ്ങനെ ഒരുമിപ്പിച്ചതായിരിക്കും അല്ലെ. നമ്മൾ ആ ഒരു ഒറ്റ സീക്വൻസ് നമ്മൾ രണ്ടാക്കി മാറ്റി. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി, ഒന്നിൽ +11 ആഡ് ചെയ്ത് പോകുന്നതായിരുന്നു, മറ്റേതിൽ +21 ആഡ് ചെയ്ത് പോകുന്നതായിരുന്നു. അതിന്റെ രണ്ടും കൂടി ഒരുമിപ്പിച്ചതായിരുന്നു ആ ഒരു സീക്വൻസ്. അങ്ങനെ മനസ്സിലാക്കാം. അടുത്തത് ക്ലൂ 3, ട്രൈ ടു റൈറ്റ് ഡൗൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പേഴ്സ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, അതായത് ഡിഫറൻസുകൾ നോക്കുക. അതിൽ ഡിഫറൻസ് ഒരുപോലെയാണോ പോകുന്നത്, സ്മൂത്ത് ആയിട്ടാണോ അത് ബിഗർ ആയി പോകുന്നത്, അല്ലെങ്കിൽ വലിയ നമ്പറുകളാണോ പെട്ടെന്ന് ആഡ് ആയി പോകുന്നത് എന്നുള്ള ഡിഫറൻസുകൾ കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലോജിക്ക് മനസ്സിലാവും എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ചിലത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവും, ചിലത് കുറച്ച് ടൈം എടുക്കും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എന്താക്കണം, അത് ബെറ്റർ ആക്കണം. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ ഒരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് തരാം. നിങ്ങൾ ഇത് കിട്ടുന്ന ആൻസർ എന്താണെന്ന് താഴെ കമന്റ് സെക്ഷനിൽ എന്തായാലും അറിയിക്കാം കേട്ടോ. ഫൈൻഡ് ദ മിസ്സിംഗ് ടേം 1 3 3 6 7 9 കഴിഞ്ഞൊരു നമ്പർ ഉണ്ട്, അത് കഴിഞ്ഞ് 12 21 ആണ്. ഈ ഒരു സീക്വൻസിൽ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിന്റെ ഏതാണ് ഈ പാറ്റേൺ എന്ന് മനസ്സിലാക്കി ഏതാണ് ആ മിസ്സിംഗ് നമ്പർ എന്ന് നിങ്ങൾ കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, നമുക്ക് കറക്റ്റ് ആണോ നോക്കാലോ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇതുപോലെ പാറ്റേൺസിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ എല്ലാവരും NSMCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ്, എല്ലാവരും ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണല്ലേ, അപ്ലൈ ചെയ്യണം. ലാസ്റ്റ് ഡേ 10 ഒക്ടോബർ ആണ്. സോ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ചെയ്യുക. നിങ്ങളെ പോലെയുള്ള അടിപൊളി കുട്ടികളോട് നിങ്ങൾ കമ്പീറ്റ് ചെയ്യാനുള്ള ഈ അവസരം നിങ്ങൾ ഒഴിവാക്കരുത്. ഓക്കെ, സോ നമുക്ക് വീണ്ടും ഒരുപാട് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. സോ സീ യു, ബൈ ബൈ.